ഇമെയിൽ അയച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും ഇടപെടലുണ്ടായതായി ഒമാനിൽ കുടുങ്ങിയ തൊഴിലാളികൾ പറഞ്ഞു. 2 ദിവസമായി താമസിക്കാൻ മുറിയും ഭക്ഷണവുമില്ലാതിരുന്ന ഇവർക്ക് ജനം TV റിപ്പോർട്ടറാണ് സഹായം ഒരുക്കി നൽകിയത്. ഒരുപാട് തവണ നമ്മളത് പല രീതിയിൽ കള്ളത്തരം കാണി നമുക്ക് ടെസ്റ്റ് തരാതെ ഫെയിലാണെന്ന് പറയുകയും അങ്ങനെയൊക്കെ കുറേ രീതിയിൽ ഇവർ നമ്മളെ ഇതിനകത്തോട്ട് നിയമപരമായിട്ട് ഇത് കുരുക്കാൻ വേണ്ടി അവർ നോക്കി. അതിനുശേഷം ഒന്നും പറ്റാതെ വന്നപ്പം ഇവർ നമുക്ക് വന്നിട്ട് 3 മാസത്തോളം ആവാറാവും. നമുക്ക് ഇതുവരെ സാലറി പോലും തന്നില്ലായിരുന്നു. എംബസി കംപ്ലൈൻറ്റ് ചെയ്തു. എംബസി കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം നാട്ടിലെ സുരേഷ് ഗോപി സാറിന് മെയിൽ അയച്ചു. സത്യം പറയാലോ, മെയിൽ അയച്ചിട്ട് അരമണിക്കൂർ പോലും ആയി. അതിന് മുമ്പേ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വന്നു. കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് ഇതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് നമ്മൾ സമാധാനമായിട്ടിരിക്കാനും പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ രാവിലെ എംബസി നമ്മളെ കൊണ്ട് വിളിപ്പിച്ചു. നമ്മുടെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തു. നമ്മൾ വന്ന ഏജന്റിനെ അവർ വിളിപ്പിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. ശേഷം ഇന്നലെ ഞങ്ങൾ ഈ എംബസി അറിയിച്ചതിൻ്റെ ദേഷ്യത്തിന് ഞങ്ങളുടെ ഫുഡിൻ്റെ കാർഡ് കട്ട് ചെയ്ത് ഞങ്ങളെ കമ്പനിയിൽ നിന്ന് അവർ പുറത്താക്കി. റൂമും വെക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളെ പുറത്താക്കി. ഞങ്ങളൊരു പമ്പിൻ്റെ അവിടെ കൊണ്ട് അവർ ഇറക്കി വിട്ടായിരുന്നു. ഞങ്ങളതിനനുസരിച്ച് ഇവിടെ വന്നപ്പം മെസ്സേജ് അയച്ചു പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്നു, പക്ഷേ ഇന്നലെ നമ്മൾ കഴിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. അപ്പോൾ തന്നെ ഉടനെ തന്നെ മറ്റേ ജനം TVയിൽ സാർ അവിടുന്ന് തന്നെ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് ജനം TVയുടെ റിപ്പോർട്ടറായിട്ടുള്ളൊരു ചേട്ടൻ മുഖാന്തരം ഇവിടുത്തെ സോഷ്യൽ വർക്കർമാരും ബാക്കി 1-2 സംഘടനാ ആളുകളും വന്ന് നമ്മളെ കാണുകയും നമുക്കുള്ള ആഹാരം വാങ്ങിച്ചു തരികയും സുരക്ഷിതമായിട്ട് ഇപ്പം 2 സ്ഥലങ്ങളിലെത്തി 18 പേരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ദിവസത്തിനുള്ളിൽ എംബസിയിലേക്കുള്ള സകല കാര്യങ്ങളും അവർ നീക്കി തരാമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.